നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യുകെയിലെ ഗവൺമെന്റ് സർവീസുകളിൽ നമുക്ക് ജോലി ലഭിക്കുമോ? അതായത് യുകെയിൽ പെർമനന്റ് റെസിഡൻസിയോ സിറ്റിസൺഷിപ്പോ ഇല്ലാത്തവർക്ക് യുകെയിലെ ഗവൺമെന്റ് സർവീസുകളിൽ ജോലി ലഭിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം പേരാണ് യുകെയിലേക്ക് വരുന്നത്. ഇപ്പം ഒരു കാര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന ഹണ്ടിങ്ങാണ്. ഹണ്ടിങ്ടന്റെ ഒരു 20 മൈൽ ചുറ്റളവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോലീസിൽ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്, ആർമിയിൽ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്, ഇവിടുത്തെ പ്രിസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, DWPയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, HMRCയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ മേഖലകളിലും ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഗവൺമെന്റ് സെക്ടറിൽ നമ്മുടെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിൽ വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടറിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ, അല്ലാത്ത ജോലികൾ കിട്ടാൻ വലിയ പാടാണെന്നാണ്. പക്ഷെ ഒരു കാര്യം ഒന്ന് ഓർക്കുക, യുകെയിലെ എല്ലാ ജോലികൾക്കും നമ്മൾ ഇന്ത്യക്കാർക്ക് ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലെ ഗവൺമെന്റ് സെക്ടറിലെ ജോലികളെല്ലാം തന്നെ കോമൺവെൽത്ത് പൗരന്മാർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് പൗരനായാൽ മാത്രം പോരാ, മിക്ക ജോലികൾക്കും അവരിവിടെ റൈറ്റ് ടു വർക്ക് ചോദിക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഗവൺമെന്റ് സർവീസിൽ കയറാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ പൊതുവെ ഇങ്ങനെയുള്ള മേഖലകളിലെ ജോലികൾക്ക് ട്രൈ ചെയ്യാറില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലേക്ക് വരുന്നതിൽ ഒരു 80% പേരും യുകെയിൽ വരുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയാണ് വരുന്നത്. ഒന്നുകിൽ നേഴ്സ്, അല്ലെങ്കിൽ കെയർ, അല്ലെങ്കിൽ സീനിയർ കെയർ, അല്ലെങ്കിൽ HCPC രജിസ്ട്രേഷനുള്ള മറ്റ് ജോലികൾ. അങ്ങനെ യുകെയിലേക്ക് വരുമ്പോൾ മെയിൻ ആപ്ലിക്കന്റിന്റെ ജോലി എവിടെയാണ്, അവിടെ ആയിരിക്കും മിക്കപ്പോഴും ഡിപ്പെൻഡൻസും അവരുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. കാരണം വിസയിൽ നിൽക്കുന്ന ആൾ നിർബന്ധമായിട്ട് ഫുൾ ടൈം ജോലി ചെയ്യേണ്ടി വരും. അവർക്ക് 20 അവർ ഔട്ട്സൈഡ് ചെയ്യാനൊക്കെ ഉള്ളൂ. പക്ഷേ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവർക്ക് ഇഷ്ടമുള്ള അത്രയും മണിക്കൂർ ഇവിടെ ജോലി ചെയ്യാം. പക്ഷേ ഇപ്പോഴും ഈ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവർ അവരുടെ മെയിൻ സ്പോൺസറുടെ, അതായത് മെയിൻ ആപ്ലിക്കന്റിന്റെ സൗകര്യം അനുസരിച്ച് വേണം ജോലി ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെയുള്ള ജോലികൾക്ക് വേണ്ടി ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുകെയിൽ ഡിപ്പെൻഡന്റ് വിസയിൽ എത്തുമ്പോൾ അവർക്ക് നല്ലൊരു ജോലിക്ക് പോകാനൊക്കാത്തൊരവസ്ഥയാണ്. പലർക്കും നല്ല ജോലികൾ ലഭിക്കുമെങ്കിലും ആ ഒരു ജോലിക്ക് പോകാനൊക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. HMRCയിൽ ഏകദേശം 550ഓളം വേക്കൻസികളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ചധികം വേക്കൻസികൾ ഞാൻ ഇന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ യുകെയിലെത്തി എല്ലാവരും തന്നെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളവരും PSW നിൽക്കുന്നവരും എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്നവർക്കോ ആ സിവിൽ സർവീസ് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കുമോ? അപ്ലൈ ചെയ്യാൻ ഒക്കും, പക്ഷേ നമുക്കതിന് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുമ്പോൾ നമുക്ക് 20 അവരെ ജോലി ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ട്രെയിനിങ് ഫുൾ ടൈം ആണ്. അതുകൊണ്ട് തന്നെ അവർ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്നവർക്കും ആ ജോലിയിലേക്ക് ശ്രമിക്കണമെങ്കിൽ അവർക്കും ഫുൾ ടൈം ജോലി ചെയ്യാൻ ഒക്കുകയില്ല. 20 അവരെ ഔട്ട്സൈഡ് ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അവർക്കും അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം മറ്റുള്ളവർക്കെല്ലാം തന്നെ PSW നിൽക്കുന്നവരും ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവരും PR കിട്ടിയവരും ഇവിടെ സിറ്റിസൺഷിപ്പ് എടുത്തവരെല്ലാം തന്നെ അതിന് അപ്ലൈ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് UK ഗവൺമെൻറ്റിൻ്റെ മിക്ക ജോലികൾക്കും അവർ പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ചോദിക്കുന്നില്ല. കാരണം അവർ ജോലിക്ക് ആൾക്കാരെ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കും. പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിലെ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പോലെ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമല്ല യുകെയിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ PSC വഴി ടെസ്റ്റ് എഴുതി വരണം. PSC വഴി ടെസ്റ്റ് എഴുതി അവിടുത്തെ ഇൻ്റർവ്യൂവും കഴിഞ്ഞൊക്കെ പാസ്സായിട്ടാണ് നമ്മൾ വരേണ്ടത്. നമുക്കറിയാമല്ലോ, ഓരോ ടെസ്റ്റിലും PSC ടെസ്റ്റിലൊക്കെ 1,00,000 പേരൊക്കെ ആയിരിക്കും 1000 വേക്കൻസിക്ക് വേണ്ടിയൊക്കെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ യുകെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 വേക്കൻസിക്ക് വേണ്ടി ഏറ്റവും കൂടി പോയ 5,000 10,000 പേരെ എഴുതുകയുള്ളൂ. അന്നേരം അതിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ യുകെയിലെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അതിനകത്ത് മറ്റുള്ളവരുടെ കളികളൊന്നും നടക്കുകയില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുത്ത് ഇൻ്റർവ്യൂ പാസ്സാകുന്ന രീതിയൊക്കെ ഉണ്ട്. ഇവിടെ അത് അത്ര കൂടുതലൊന്നും നടക്കുകയില്ല. ചിലപ്പോൾ 1-2 പേരെയൊക്കെ അവർ എടുക്കുമെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാരെ അങ്ങനെ അവർ എടുക്കുകയില്ല. മെറിറ്റ് അനുസരിച്ച് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു യുകെയിലെ സിവിൽ സർവീസ് ജോലികളുടെ അവസരങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടി. അതിനകത്ത് ഒരുപാട് പേര് ജോയിൻ ചെയ്തു. നിങ്ങൾക്കുമെല്ലാം അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അന്നേരം നിങ്ങൾ എല്ലാവരും തന്നെ അത് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ വരും ദിവസങ്ങളിൽ കൂടുതൽ വേക്കൻസികൾ നമ്മൾ അതിനകത്തൂടെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും. അന്നേരം യുകെയിലെ സിവിൽ സർവീസ് ജോലികൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. യുകെയിലെത്തി കെയറായിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ ഈ ഒരു അവസരം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ജോലി മാറാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ടെസ്റ്റുകൾ എഴുതി അതിന് പരിചയം നേടിയെടുക്കുക. ഓൺലൈൻ വഴിയുള്ള ചെറിയ ന്യൂമറിക്കൽ ടെസ്റ്റുകളും ഇൻ്റർവ്യൂ ഒക്കെയാണ്. അന്നേരം ഇപ്പോൾ നിങ്ങൾക്ക് ജോലി മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആ ടെസ്റ്റുകൾ എഴുതി എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ യുകെയിലെത്തിയ ഡിപ്പെൻഡൻസും ഒക്കെ പല സ്ഥലങ്ങളിലും നല്ല ജോലികളിൽ ഇരുന്നപ്പോൾ എംപ്ലോയി ഓഫ് ദ മന്തും എംപ്ലോയി ഓഫ് ഈ വീക്കും ഒക്കെ കിട്ടുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ മിക്കവാറും കാണാറുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കഴിവുള്ളവരാണ് യുകെയിലേക്ക് വരുന്നത്. യുകെയിലെ യുവജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോലികളോടൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കും.
പിന്നെ ഇതെല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം 9 to 5 ജോലികളാണ്, മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് നോക്കുമ്പോൾ വളരെ നല്ല സാലറിയാണ് അവർ തരുന്നത്. മിനിമം ഒരു 28,000 പൗണ്ട് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലിക്ക് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കരിയർ ഗ്രോത്ത്, താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ കരിയർ ഗ്രോത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള അവസരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ കേരള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാൽ പോലും നിങ്ങൾ കഴിയുന്നത് ഒരു 20 അവർ നിങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങളിപ്പോൾ 5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വിസ കാലാവധി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫീൽഡിൽ കുറച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിലേക്ക് മാറാനുള്ള ഒരു അവസരം ലഭിക്കും. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരളയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരുടെ കരിയർ ഗ്രോത്ത് ഒക്കെ ചാൻസ് വളരെ കുറവാണ്. വളരെ കുറച്ച് പേർക്ക് അതിനകത്ത് കരിയർ ഗ്രോത്തിനുള്ള അവസരമുള്ളൂ. കാരണം അവരിപ്പോൾ കേരളമായിട്ട് നിൽക്കുമ്പോൾ അവിടെ തന്നെ ചിലപ്പോൾ ഡെപ്യൂട്ടി മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ഏരിയ മാനേജർ അങ്ങനെ പൊസിഷനിലേ വരത്തുള്ളൂ. അത് വളരെ വിരലിൽ എണ്ണാവുന്നവർക്ക് അത്ര ഓപ്ഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ IT ഒക്കെ പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ ഒരു 10 അവറോ 20 അവറോ ഇപ്പോഴേ ചെയ്യാനുള്ള ശ്രമങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ UK ഇപ്പോൾ വരുന്നത്, കഴിഞ്ഞ ദിവസം ലേബറിന്റെ അവരുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നു, ആനുവൽ കോൺഫറൻസ്. അതിനകത്ത് ലേബറിന്റെ പ്രധാനമന്ത്രിയായ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വിസ നിയമങ്ങൾ ശക്തമാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറേറ്റഡ് സ്പോൺസർഷിപ്പ് ഉള്ള കമ്പനികൾ അവർ വിസ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിദേശത്ത് നിന്ന് ആളെ റിക്രൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ എടുത്തു കളയുമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക്, നമ്മൾ മലയാളികൾക്ക് ദോഷമായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് തട്ടിപ്പിലൂടെ ഒരു ഡൊമിസിലറി കെയറുകൾ കഴിഞ്ഞ വർഷം COS ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് പേരെ UK കൊണ്ടുവന്നിരുന്നു. അവരൊന്നും തന്നെ കറക്റ്റായിട്ട് ജോലി കൊടുക്കുകയോ കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കുകയോ കറക്റ്റായിട്ട് ഇവരുടെ ഡേറ്റ ഒന്നും കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ വെറും പേപ്പർ കമ്പനികൾ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇവരെല്ലാം പിടിക്കപ്പെടുമ്പോൾ അവരുടെ എല്ലാ ലൈസൻസ് നഷ്ടപ്പെടും. അങ്ങനെ ലൈസൻസ് നഷ്ടപ്പെടുമ്പോൾ അത് ഏറ്റവും നഷ്ടമാകാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ UK പഠിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് UK കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന രീതിയിൽ അവരെ അതിനെ പ്രാപ്തരാക്കി എടുക്കും. എല്ലാ ജോലികൾക്കും UK മുൻഗണന കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അതിനുവേണ്ടി ഇവിടെയുള്ള ബിസിനസ്സുകളെയും വ്യവസായികളെയും അവർ നിർബന്ധിക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി ഈ സാധാരണ ജോലിക്കൊക്കെ UK വരാനുള്ളത് അത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ IT മേഖലകളിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴും അവസരങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും UK ആ അവസരങ്ങൾ വിനിയോഗിച്ച് വരാനുള്ള ശ്രമം നടത്തുക. UK ഇപ്പോഴും ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. പക്ഷെ അത് കണ്ടെത്തുന്നതാണ് നമ്മളുടെ വിജയം. നമ്മളിവിടെ എത്തി നമുക്കിപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്കൊരു നല്ല ജോലി ദൂരസ്ഥലത്ത് കിട്ടിയാൽ മാറി നിൽക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സിംഗിളായിട്ടൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു നല്ല അവസരമാണ്. അന്നേരം നിങ്ങൾ UK എത്തിയവർ നിങ്ങളിപ്പോൾ ഒരു ജോലി കിട്ടി അത് മതിയെന്ന് പറഞ്ഞ് അതിൽ സ്റ്റിക്കായി നിൽക്കരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും തന്നെ ഒരു ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഇപ്പോൾ കേരളമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 23,000-24,000 എന്നുള്ളത് ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരു 30,000-38,000 നമുക്ക് ഉയർന്ന ഈ ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് മാറാനുള്ള അവസരം ലഭിക്കും. കാരണം നിങ്ങളെല്ലാവരും ഈ അവസരങ്ങൾ മുതലാക്കുക. കാരണം നിങ്ങൾക്ക് UK വരാൻ സാധിച്ചെങ്കിൽ അതൊരു നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അത് നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അവസരങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കണം. നമുക്ക് കിട്ടിയത് കൊണ്ട് ഒതുങ്ങിയിരിക്കാതെ നമ്മൾ പുതിയ പുതിയ അവസരങ്ങൾ തേടി അങ്ങോട്ട് നീങ്ങാനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തണം. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ UK ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. അധ്വാനിക്കാനും കഠിനാധ്വാനം ചെയ്യാനും റെഡി ആയിട്ടുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.